സതീശന് കിട്ടുന്ന തെറി കേട്ടിട്ട് പാവം തോന്നുകയാണ്. എന്തൊരു ദാക്ഷിണ്യമില്ലാത്ത തെറിവിളിയാണ്. അതും സതീശൻ വളർത്തിക്കൊണ്ടുവന്ന മാങ്ങാണ്ടി ഫാൻസ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളുടെ ഓഡിയോകൾ പുറത്തു വന്നപ്പോൾ ആരാധികമാർ കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിലുള്ള നേതാക്കന്മാരല്ല ഇപ്പോ മാങ്ങാണ്ടി ഫാൻസായി മാറിക്കഴിഞ്ഞു. മാങ്ങാണ്ടിയെ തിരിച്ചെടുക്കാൻ സതീശൻ വൈകുന്നതിലും ഒപ്പം റിനി എന്ന മോഡലിന്റെ തുറന്നു പറച്ചിലും അവരും സതീശനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ തുറന്നു പറച്ചിൽ കേട്ടിട്ട് എങ്ങനെ പുറത്തേക്ക് നടക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. ഒരു പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനും ഈ ഗതി വരുത്തരുതേ, അങ്ങനത്തെ ഒരു ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. വടക്കാഞ്ചേരിയിലുള്ള മഹിളാ നേതാവ് മറ്റൊരു നേതാവിനോട് സംസാരിക്കുന്ന ആ ഓഡിയോ ഒന്ന് കേട്ടെ. ഹലോ സാർ, ഞാൻ വടക്കഞ്ചേരിന്ന് ഷാജിദയാണ്. സാറേ, ഇതില് ഇവന്റെ ഈ സതീശന്റെ ചാവി ആ റിനി പറഞ്ഞ അവളുടെ കയ്യിലാണ്. മനസ്സിലായില്ല? ഇവർ രണ്ടുപേരും കൂടെ എന്തൊരു അരുതാത്ത വലിയൊരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവള് പറയുന്നത് ഇനി നടക്കുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഇനി ഇവൻ എന്താണെങ്കിലും അവള് പറയാതെ ഒന്നും നടക്കില്ല. അതാണ് ഇപ്പൊ ഇതിൽ മെയിൻ പ്രശ്നം വന്നിരിക്കുന്നത്. ഇവനുമായിട്ട് എന്താ ബന്ധം എന്നുള്ളതാണ് ആദ്യം അറിയിക്കേണ്ടത്. ഇവൻ ഇത്രയും വലിയ ഇതാക്കുന്ന നിലപാട് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ കള്ളപ്പന്നിന്റെ മോൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നു. എടാ പട്ടി സതീശ, നീ ഒരുങ്ങിക്കോ വനവാസത്തിന്. നിന്റെ കൂടും കുടിക്കുകയും തയ്യാറാക്കി നീ വനവാസത്തിന് പോണം. ഞങ്ങൾ കോൺഗ്രസ്സുകാരെ പറയുന്നേ, നീ വനവാസത്തിന് പോയേ പറ്റൂ. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ വേണ്ട. ഉറച്ചു പറയുന്നു സാറേ, രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് കേരളത്തിൽ വേണ്ട. ഞങ്ങൾ വീട്ടമ്മമാരായി ഞങ്ങൾക്ക് ഇത്ര വേദനയുണ്ടെങ്കിൽ അവൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ച അവന്റെ മനസ്സ് എങ്ങനെ വേദനിക്കും സാറേ? സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവസാനം വാത്സല്യത്തിൽ മമ്മൂട്ടിന്റെ ഗതികേട് വന്നോ എനിക്ക് ഇല്ലേ? പൊന്നുമോനെ, എനിക്ക് ഞങ്ങളുണ്ട് രാഹുലെ, ഞങ്ങളുണ്ട്, എന്നും നിന്റെ കൂടെ ഞങ്ങളുണ്ട് സാറേ. ഇതേ ഒരു അവസ്ഥ CPM-ലാണ് സംഭവിച്ചു പറഞ്ഞ അവര് സംരക്ഷിക്കും സാറേ. എല്ലാരും കൂടെ വട്ടത്തുനിന്ന് അവനെ സംരക്ഷിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഈ കള്ള കഴിവേറിക്ക്, ഈ സതീശൻ പറഞ്ഞ കള്ള കഴിവേറിക്ക് എന്താണ് ഇത്ര ഇത് നിലപാടിന് കുറച്ച് നിൽക്കുക? ഇവന് എവിടുന്ന് കിട്ടിയ സാറേ ഇവനിക്ക് ഈ നിലപാട്? ആരുണ്ടാക്കി കൊടുത്ത നിലപാട്? അവൻ ഇന്ത്യ രാജ്യസഭ കാണില്ല, ഇന്ത്യ അവൻ മറ്റേ ഇതിൽ പോവില്ല. അവനിക്ക് ഇനി പ്രതിപക്ഷം അവന് മന്ത്രിയാണ് ചെക്കന്നാറി കള്ളപ്പാന്നി കഴിവേറ മകൻ. സതീശനെ ഉടനടി വനവാസത്തിനയക്കും. ഇനി ഇവന് രാഷ്ട്രീയത്തിൽ ഭാവിയില്ല, ഇവനെ അടിച്ച് മറയത്ത് കളയണമെന്നാണ് വനിതാ നേതാക്കന്മാരുടെ ആവശ്യം. അവർക്ക് താരകനേക്കാൾ നല്ല പെർഫോമർ ആയിട്ടുള്ള ഒരു മാങ്ങാണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കോൺഗ്രസിനെ മാങ്ങാണ്ടി നയിക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്. വന്ന് കോൺഗ്രസ് രാഷ്ട്രീയം എവിടെ എത്തി, എവിടെ അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ്. സ്വന്തം പാർട്ടിക്കകത്ത് സതീശനുള്ള പിന്തുണയാണ് ഈ കേട്ടത്. സതീശന്റെ സോഷ്യൽ മീഡിയ പേജിൽ കയറി നോക്കിയാൽ ദയനീയാവസ്ഥ ഉണ്ടാകും. കാര്യം എന്തൊക്കെയാണ് ആൾക്കാർക്കെതിരെയൊക്കെ ഡയലോഗ് അടിച്ച് നടന്നത്. ഇപ്പോ വെറും ഡയലോഗടി വീരനും സദ്യ ഉണ്ണൽ വിദഗ്ധനായിട്ടൊക്കെയാണ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാന്യതയും കൽപ്പിക്കാതെ, പ്രതിപക്ഷ നേതാവാണെന്ന മാന്യത കൽപ്പിക്കാതെ ഇപ്പോ ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അധിക്ഷേപിച്ചാൽ മനസ്സിലാക്കാം. അവർ പോലും പറയാത്ത രീതിയിലുള്ള മ്ലേച്ഛകരമായ വാക്കുകൾ ഉപയോഗപ്പെടുത്തിയാണ് സതീശനെ പുലയാട്ട് നടത്തുന്നത്. ഒരു കഴിവുമില്ലാത്ത വ്യക്തികളെന്ന് അവർ തന്നെ അടയാളപ്പെടുത്തുന്നു. സതീശൻ പുറത്തിറങ്ങി ഈ ഗീർവാണങ്ങളൊക്കെ തട്ടിവിടുമ്പോൾ നാട്ടുകാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അദ്ദേഹം മറക്കാതിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും ആ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പൊളിച്ച ഭാഷ കേട്ടിട്ട് സതീശന് എങ്ങനെ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് തോന്നുകയാണ്. ഇതാണ് പറയുന്നത്. ചില രാഷ്ട്രീയ ഫ്രോഡുകളെ വളർത്തിക്കൊണ്ടുവന്നാൽ അവർ വളർന്നു വന്ന് തന്റെ മൂടോടെ പിഴുത് നിലത്തടിക്കുമെന്ന് അത് മാങ്ങാണ്ടി ഫാൻസുകാർ കാട്ടുകയാണ്. സതീശൻ ചെല്ലും ചെലവും കള്ളച്ചോറും കൊടുത്ത് വളർത്തിയ വ്യക്തി, അദ്ദേഹം ഒപ്പം നിന്ന് ഫാൻസുകാരെ സൃഷ്ടിച്ച് ഇപ്പോ സതീശനെ തന്നെ കയറി പഞ്ഞിക്കിടുന്ന കാഴ്ച ദയനീയമെന്ന് പറഞ്ഞാൽ പരമ ദയനീയമെന്ന് മാത്രമേ പറയാനുള്ളൂ.